വയനാട് മാനന്തവാടി പാൽവെളിച്ചം ചാലിഗദ്ദയിൽ കൃഷി നശിപ്പിച്ച കാട്ടാന. ആഴ്ചകൾക്ക് മുൻപ് നിർമ്മാണം പൂർത്തിയാക്കിയ റോപ്പ് ഫെൻസിംഗ് തകർത്താണ് ആന ജനവാസ മേഖലയിൽ ഇറങ്ങിയത്. വാഴയും കാപ്പിയും ഉൾപ്പെടെയുള്ള വിളകൾ നശിപ്പിച്ചു. പാൽവെളിച്ചം ചാലിഗദ്ദയിലാണ് കാട്ടാനയുടെ വിളയാട്ടം. പാപ്പിനിശ്ശേരി ജോൺസന്റെ കൃഷിയിടം ആന തകർത്തു. 50ഓളം വാഴയും കാപ്പിച്ചെടികളും നശിപ്പിച്ചു. ഒരു മാവും കുത്തിമറിച്ചിട്ടു. പ്ലാവിൽ നിന്ന് ചക്കകളും പറിച്ചെടുത്തിട്ടുണ്ട്. കൃഷിയിടത്തിൽ ജലവിതരണത്തിനായി സ്ഥാപിച്ച പൈപ്പുകളും നശിപ്പിച്ച നിലയിലാണ്. റോപ്പ് ഫെൻസിങ് വന്നിട്ട് ഇപ്പോൾ രണ്ടാമത്തെ പ്രാവശ്യമാണ് നമ്മുടെ പറമ്പിൽ ആന ഇറങ്ങുന്നത്. ആദ്യം ഒന്ന് ഇറങ്ങി കുറേ വാഴയും കുറച്ച് കാപ്പി നശിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അതോടൊപ്പം ഇന്നലെ രാത്രി വന്ന് കൂട്ടമായി ആനയാണെന്ന് തോന്നുന്നു വന്നിട്ട് വ്യാപകമായി കൃഷി നശിപ്പിച്ചിട്ടുണ്ട്. ആന സുഗമമായിട്ട് അത് തകർത്ത് അകത്ത് കയറുന്നു. അപ്പോൾ ഇത് പരീക്ഷിച്ച് വിജയിക്കാത്ത ഒരു പദ്ധതിയാണ് ഇവർ അവതരിപ്പിച്ചത്. അപ്പോൾ ഈ പദ്ധതി ഇവിടെ ഇംപ്ലിമെൻ്റ് ചെയ്ത് ആവിഷ്കരിച്ച ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി എടുക്കുകയും ചെയ്യണം. കൂടാതെ അവരിൽ നിന്ന് ഇതിന് വയ നഷ്ടവും പിരിച്ചെടുക്കപ്പെടണമെന്നാണ് നമ്മുടെ ഈ കർഷകരുടെ ആവശ്യം. പാൽവെളിച്ചം മുതൽ കൂടൽക്കടവ് വരെ വനാതിർത്തിയോട് ചേർന്ന് 3.5 കോടി രൂപ മുടക്കി ഒരാഴ്ച മുമ്പ് പ്രവൃത്തി പൂർത്തിയാക്കിയ റോപ്പ് ഫെൻസിംഗിന്റെ 12 മീറ്റർ ഭാഗമാണ് ആന തകർത്തത്. 2017 നാട്ടുകാരുടെ നിരന്തര ആവശ്യത്തെ തുടർന്നാണ് പദ്ധതിക്ക് നിർമ്മാണ അനുമതി ലഭിച്ചത്. റോപ്പ് ഫെൻസിംഗ് പൂർത്തിയായാൽ പ്രദേശത്തെ വന്യമൃഗശല്യത്തിന് പരിഹാരമാകുമെന്ന പ്രതീക്ഷയായിരുന്നു നാട്ടുകാർക്ക്. എന്നാൽ ഈ പ്രതീക്ഷകൾ തല്ലിക്കെടുത്തിയാണ് ഒരാഴ്ചക്കിടെ 2 തവണ ഫെൻസിംഗ് തകർത്ത് കാട്ടാന കൃഷിയിടത്തിൽ ഇറങ്ങിയിരിക്കുന്നത്. ഫെൻസിംഗ് നിർമ്മാണത്തിൽ അപാകതയുണ്ടെന്നും നാട്ടുകാർ ആരോപിക്കുന്നു. 24 വയനാട്.